ഹായ് ഹലോ വെൽക്കം ടു അറിവോല ലേണിംഗ് ദ കംപ്ലീറ്റ് ചാനൽ ഫോർ ടീച്ചേഴ്സ്. സോ ലേണിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിപ്പോൾ കറന്റ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർട്ട് 1ന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ അത് ആദ്യം ഇതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്നതിൽ ഒരു ഘടകം പഠിച്ചു, വൈയക്തിക ചരങ്ങൾ, വ്യക്തിഗതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. ഈ ക്ലാസ്സിൽ നമ്മൾ പഠന തന്ത്രങ്ങളും അതുപോലെ പാഠ്യചരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ മറ്റു കൂട്ടുകാരിലേക്ക് എത്തിക്കുക. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്നതിൽ രണ്ടാമത്തെ ഘടകമാണ് പാഠ്യചരങ്ങൾ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഒരു സബ് ടോപ്പിക്കാണ് പാഠ്യവസ്തുവിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. എന്താ നമുക്ക് അതിലുള്ളത് നോക്കാം. പഠിക്കേണ്ട വിഷയത്തിന്റെ ദൈർഘ്യം ഒരു കുട്ടിയുടെ ഓർമ്മശക്തിയുടെ പരിധിയേക്കാൾ, മെമ്മറി റേഞ്ചിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് പഠിച്ചെടുക്കാൻ കൂടുതൽ സമയം ആവശ്യമാണ്. പിന്നെ വരുന്നൊരു പോയിന്റാണ് ഈ അധിക പഠനത്തെ, ഓവർ ലേണിങ്ങിനെ പറ്റിയിട്ടുള്ളത്. ഒരു പാഠഭാഗം തെറ്റുകൂടാതെ കൃത്യമായി പഠിച്ച ശേഷവും വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിക്കുന്ന രീതിയാണ് ഈ ഓവർ ലേണിംഗ്, അധിക പഠനം എന്നാണ് അതിന് പറയുന്നത്. പിന്നുള്ളതാണ് അധിക പഠനം നടത്തുമ്പോൾ പഠിച്ച കാര്യങ്ങൾ ദീർഘകാലത്തേക്ക് മനസ്സിൽ വിട്ടുപോകാതെ നിൽക്കുക. നമ്മളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പഠിക്കുമ്പോൾ അത് കാലാകാലം നമ്മളെ മൈൻഡിൽ ഉണ്ടാവും. പാഠ്യചരങ്ങളിൽ പിന്നെ വരുന്നതാണ് പാഠ്യവസ്തുവിന്റെ കാഠിന്യ നിലവാരം എന്ന് പറയുന്നത്. നമുക്കറിയാം പാഠഭാഗം വളരെ പ്രയാസമേറിയതാണ്, അത്യാവശ്യം കോംപ്ലക്സ് ആണ് എന്നുണ്ടെങ്കിൽ അത് കുട്ടികളുടെ ഫ്ലുവൻ്റ് ആയിട്ടുള്ള പഠനത്തെ നല്ല രീതിയിൽ ബാധിക്കും, അത് തടസ്സപ്പെടുത്തും. കാഠിന്യം കൂടുമ്പോൾ പഠനത്തിന്റെ വേഗത കുറയുകയും പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകാനുള്ള സാധ്യത കൂടുതലുമായി. പിന്നെ വരുന്നതാണ് പാഠ്യവസ്തുവിന്റെ അർത്ഥപൂർണത, മീനിങ് എളുപ്പമുള്ള വണ്ണം. അതായത് ഇപ്പം അർത്ഥമില്ലാത്ത കാര്യങ്ങൾ, നോൺസെൻസ് മെറ്റീരിയൽ കാണാതെ പഠിക്കുന്നതിനേക്കാൾ വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് അർത്ഥവത്തായ മീനിങ് ആയ വിഷയങ്ങൾ പഠിച്ചെടുക്കാൻ സാധിക്കും. മുന്നറിവുമായുള്ള ബന്ധം, അതായത് ഇപ്പോൾ പാഠഭാഗത്തിന് കൃത്യമായ അർത്ഥവും ആശയവും ഉള്ളപ്പോൾ കുട്ടികൾക്ക് തങ്ങളുടെ മുന്നറിവുകളുമായിട്ട് പ്രീവിയസ് നോളജ് അതിനെ എളുപ്പത്തിൽ ബന്ധിപ്പിച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പാഠ്യചരങ്ങളിലെ അവസാന സബ് ടോപ്പിക്കാണ് പാഠ്യവസ്തുക്കളുടെ സംഘാടനം, ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതായത് പാഠഭാഗങ്ങൾ എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നു എന്നത് പഠനത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നു. ചെറിയ കുട്ടികൾക്ക് ലളിതമായ പാഠങ്ങൾ, ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് നൽകുന്ന പാഠങ്ങൾ വളരെ ചെറുതും ലളിതവുമായിരിക്കണം. അതുപോലെ തന്നെ കുട്ടികളുടെ ശേഷിക്കും കാഠിന്യ നിലവാരത്തിനും അനുസരിച്ച് വേണം പാഠങ്ങൾ ക്രമീകരിക്കാൻ. അത്രയാണ് പാഠ്യചരങ്ങൾ എന്ന് പറയുന്നതിൽ വരുന്നത്. പിന്നെ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്നിലെ അവസാനത്തെ ഘടകമായിട്ട് ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് പഠനതന്ത്ര ചരങ്ങൾ എന്ന് പറയുന്നത്, മെത്തേഡ് വേരിയബിൾസ്. അതിലെ ഒന്നാമത്തെ സബ് ടോപ്പിക്സ് ആണ് പരിശീലനത്തിന്റെ വിതരണം എന്ന് പറയുന്നത്. കേവലം പരിശീലനം കൊണ്ട്, പ്രാക്ടീസ് കൊണ്ട് മാത്രം പഠനത്തിൽ മെച്ചപ്പെട്ട ഫലം ലഭിക്കില്ല. പരിശീലനത്തോടൊപ്പം തന്നെ കാര്യങ്ങൾ ശരിയായി മനസ്സിലാകുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും കൃത്യമായിട്ട് ഇവാലുവേഷൻ നടത്തുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഇതിൽ തന്നെ വരുന്ന മറ്റൊരു പോയിന്റാണ് ഈ സ്ഥൂല പരിശീലന രീതി എന്ന് പറയുന്നത്. വെച്ചാൽ യാതൊരുവിധ ഇടവേളകളും ഒന്നും ഇല്ലാതെ ഒറ്റയിരിപ്പിൽ തുടർച്ചയായി ആവർത്തിച്ച് പഠിക്കുന്ന രീതിയാണിത്. പിന്നെ വരുന്നതാണ് വിതരണം ചെയ്ത പരിശീലന രീതി, ഡിസ്ട്രിബ്യൂട്ടഡ് ഓർ സ്പേസ്ഡ് പ്രാക്ടീസ് എന്ന് പറയും. പഠനഭാഗങ്ങൾ ഒറ്റയടിക്ക് പഠിക്കാതെ ഇടവേളകൾ നൽകി പല ദിവസങ്ങളായിട്ട് വിഭജിച്ച് ആവർത്തിച്ച് പരിശീലിക്കുന്ന രീതിയാണിത്. തുടർച്ചയായുള്ള പഠനത്തേക്കാൾ ഇടവേളകൾ നൽകിയുള്ള വിതരണം ചെയ്ത പരിശീലന രീതിക്കാണ്, ഡിസ്ട്രിബ്യൂട്ടഡ് പ്രാക്ടീസിനാണ് പഠനത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട ഫലം നൽകുന്നത്. എന്നുവെച്ചാൽ ഒറ്റയിരിപ്പിന് നമ്മളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഈ എക്സാമിൻ്റെ തലേന്നൊക്കെ ഒറ്റയിരിക്കുക എന്നൊക്കെ പറയില്ല. ഒറ്റയിരിപ്പിൽ ഇരുന്ന് അങ്ങനെ തീർക്കുന്നതിനെക്കാട്ടി നല്ലത്, എപ്പോഴും നല്ലത് എന്താണ്, ഒരു ഗ്യാപ്പ് ഇട്ട് റിപ്പീറ്റഡ് ആയിട്ടൊക്കെ അങ്ങനെ പഠിച്ചെടുക്കുന്നതാണ് നല്ലതെന്നാണ് പറഞ്ഞത്. അതാണ് ഈ പരിശീലനത്തിന്റെ വിതരണം എന്ന് പറയുന്ന സബ് ടോപ്പിക്സിൽ പറയുന്നത്. പഠനതന്ത്ര ചരങ്ങളിലെ പിന്നെ വരുന്നതാണ് പഠനത്തിന്റെ അളവ് എന്ന് പറയുന്നത്. ഇതിൽ പറയുന്ന ഈ സബ് ടോപ്പിക്കായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ ഘടകത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഒരു പാഠഭാഗം തെറ്റുകൂടാതെ കൃത്യമായി ആവർത്തിക്കാൻ കഴിഞ്ഞാലും ഓർമ്മയിൽ അത് കൂടുതൽ കാലം നിലനിൽക്കുന്നതിനും പെട്ടെന്ന് ഓർത്തെടുക്കുന്നതിനുമായിട്ട് വീണ്ടും തുടർന്ന് പരിശീലിക്കുന്നതിനെയാണ് അധിക പഠനം അഥവാ ഓവർ ലേണിംഗ് എന്ന് പറയുന്നത്. അധിക പഠനം നടത്തുമ്പോൾ പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകാതെ വളരെ കാലത്തിന് ശേഷവും മനസ്സിൽ കൃത്യമായിട്ട് തങ്ങി നിൽക്കുന്നു. പിന്നെ വരുന്നതാണ് പഠനത്തിനിടയിലെ ഉരുവിടൽ എന്ന് പറഞ്ഞിട്ടുള്ള സബ് ടോപ്പിക്. എന്തായാലും പറയുന്നത് നോക്കാം നമുക്ക്. വെറുതെ വായിച്ച് പോകുന്നതിന് മാത്രം കാര്യക്ഷമമായ പഠനത്തിന് തികയില്ല. വായിക്കുന്നതിനോടൊപ്പം തന്നെ സ്വയം ഓർത്തെടുത്തിട്ട് അത് ഉരുവിട്ട് നോക്കുന്ന രീതിയും കൂടെ ഉൾപ്പെടുത്തണം. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വായിച്ചു നോക്കി വെച്ചിട്ട് കാര്യമില്ല, എന്ത് ചെയ്യണം, അതൊന്ന് നമ്മൾ കാണാതെ ഉറക്കം അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കൂടെ വേണം. ആദ്യമായി പഠിതാവ് പാഠഭാഗം ഏതാനും തവണ ശ്രദ്ധയോടെ വായിക്കുന്നു. തുടർന്ന് പുസ്തകം നോക്കാതെ മനസ്സിൽ നിന്ന് ഓർത്തെടുത്ത് ഉരുവിട്ട് നോക്കുന്നു.
ഉരുവിടുമ്പോൾ എവിടെയെങ്കിലും മറവിയോ സംശയമോ അനുഭവപ്പെട്ടാൽ വീണ്ടും പുസ്തകം നോക്കി ആ ഭാഗം കൃത്യമായിട്ട് പഠിച്ചെടുക്കുന്നു. ഇത് എന്ത് ചെയ്യും, നമ്മളെ പഠനത്തെ ശക്തിപ്പെടുത്തും. ഇതാണ് ഈ പഠനത്തിനിടയിലെ ഉരുവിടൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഠനതന്ത്ര ചരങ്ങൾ മെത്തേഡ് വേരിയബിൾസ് എന്നതിലെ അവസാനത്തെ സബ് ടോപ്പിക്കാണ് സമ്പൂർണ്ണ രീതിയുടെയും ഭാഗിക രീതിയുടെയും പ്രയോഗം എന്ന് വെച്ചാൽ ഹോൾ വേഴ്സസ് പാർട്ട് മെത്തേഡ്. ഇത് രണ്ടും തമ്മിലുള്ള ഇതെന്താണെന്നുള്ള നമുക്ക് നോക്കാം. ഒരു പഠന വിഷയം മുഴുവനായി ഒരൊറ്റ ഭാഗമായി പഠിക്കുന്നതാണോ ഹോൾ മെത്തേഡ്, അതാണ് ഹോൾ മെത്തേഡിലൂടെ ഉദ്ദേശിച്ചത്. അതോ ചെറുഭാഗങ്ങളാക്കി വിഭജിച്ച് പഠിക്കുന്നതാണോ, അതാണ് ഈ പാർട്ട് മെത്തേഡ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. കൂടുതൽ നല്ലത് എന്ന് ഇതിലൂടെ തീരുമാനിക്കുന്നു. ഇതിൽ ഈ സമ്പൂർണ്ണ രീതി ഹോൾ മെത്തേഡ് എന്ന് പറയുന്നത് പഠിക്കാനുള്ള വിഷയം ചെറുതും അർത്ഥപൂർണവും ആശയപരമായി നന്നായി ചിട്ടപ്പെടുത്തിയതുമാണെങ്കിൽ, വെൽ ഓർഗനൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ വിഷയം മുഴുവനായി ഒന്നിച്ച് പഠിക്കുന്ന സമ്പൂർണ്ണ രീതിയാണ് കൂടുതൽ അനുയോജ്യം. ഭാഗിക രീതി പാർട്ട് മെത്തേഡ് എന്ന് പറയുന്നത് പഠന വിഷയം വളരെ ദൈർഘ്യമുള്ളതാണെങ്കിൽ, നല്ല ലെങ്ത് ഉള്ള ടോപ്പിക് ആണെങ്കിൽ അതിലെ ഓരോ ഭാഗങ്ങളും വെവ്വേറെ പഠിച്ചെടുക്കുന്ന ഭാഗരീതിയായിരിക്കും കൂടുതൽ എളുപ്പം. ഇതിപ്പോൾ ഏറ്റവും നല്ലതൊരു ഉത്തമമായ രീതി എന്ന് പറയുന്നത് ഈ രണ്ട് രീതികളും പൂർണ്ണമായി ഒറ്റയ്ക്ക് ഉപയോഗിക്കുന്നതിനേക്കാൾ വിഷയത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്കിൻ്റെ ഒരു ടേസ്റ്റ് അനുസരിച്ച് ഇതിൻ്റെ അനുസരിച്ച് രണ്ട് രീതികളും യുക്തമായ സംയോജനം എന്ന് വെച്ചാൽ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു കോമ്പിനേഷൻ ഓഫ് ഹോൾ ആൻഡ് പാർട്ട് മെത്തേഡ് ഉപയോഗിക്കുന്നതാണ് ഒന്നുകൂടി നല്ലത്. രണ്ടും കൂടി നമ്മളെ യുക്തിക്ക് അനുസരിച്ച് ഇതിപ്പോൾ ഏത് രീതിയിലാണ് പഠിച്ചാൽ നന്നാവുക നമുക്കൊരു സ്വയം ഇതുണ്ടാവുമല്ലോ. അപ്പം അതിനനുസരിച്ച് ചെയ്യുന്നത് നല്ലതാണ് എന്നതാണ് ഏറ്റവും ഉത്തമമായ രീതി. സോ ഇത്രയാണ് പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന ടോപ്പിക്കിൽ വരുന്നത്. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇതിൻ്റെ തന്നെ ഈ ലേണിംഗ് എന്ന് പറയുന്നതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ മറ്റു കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ടിൽ ദെൻ ബൈ.